എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ഏരിയാസ്, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ട് വെച്ചിട്ട് F&O, MCX, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. മാർക്കറ്റ് 144 പോയിൻ്റാണ് ഡൗൺ ആയിട്ടിരിക്കുന്നത്. 144 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നലെ 22,000 ടച്ച് ചെയ്യാതെ ഒരു 4 പോയിന്റ് മിച്ചം വെച്ചപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇന്ന് നല്ല പണിയായിരിക്കും കിട്ടണേ. അപ്പോൾ ഞാനൊരു ബോക്സ് വരച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1 മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമാണ്. 21,173 ബേസ് ചെയ്തിട്ട് ഒരു ഇത്രയും കൂടെ പൊക്കത്തോട്ട് പോയാൽ ഏകദേശം എന്താ ഇവിടെ ഏകദേശ കണക്കാണ്, കറക്റ്റ് ലെവലുകളൊന്നുമല്ല. ഇനി 15 മിനിറ്റിലേക്ക് പോവാം. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ബോക്സ് 21,161, 21,799. അത്രയും സ്പേസാണ് അവിടെ ഉള്ളത്. അത്രയും സ്പേസ് ഉണ്ട് അവിടെ. അതായത് 21,660, 10,770, 130 പോയിന്റിൻ്റെ ഒരു ഇതാണ്. അത് 1 മണിക്കൂറിന് വെച്ച് വരച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കണേ. അതിൻ്റെ താഴത്തുള്ള ബോക്സ് 21,273, 21,476. ഇത് കൺസോൾട്ടേഷൻ സോണായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് അപ്പോ ഡൗണോ അതൊരു സേഫ് സോണായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മാനിപ്പുലേഷൻസ് വരും. അവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ അപ്പർ ലെവലിലും ഒരു വര ഞാൻ വരച്ചിടാം. അപ്പോൾ കുറച്ചും കൂടെ ഇവിടെ ലൈൻ തെളിഞ്ഞു വരും. 21,797 ഒരു എന്താ പറയണ്ടേ സപ്പോർട്ട്. പറഞ്ഞു വരുന്നത് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ആൻഡ് ഡൗൺ സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ 21,797 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിൻ്റെ ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ കണ്ടിന്യൂവേഷൻ ഡൗണിലേക്ക് പോയാലാണ് ഈ സ്പേസ് കണ്ടിന്യൂ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ആ ടൈമിൽ 1 മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനി എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കണതെന്ന് നോക്കണം. ആദ്യം ഞാനിപ്പോൾ വരയൊക്കെയാണ് വരച്ചിടുന്നത്. അത് കണക്കായിട്ട് ടാലി ആവണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ എൻ്റെ പ്ലാനിങ് ഞാൻ ചെയ്യുന്നത്. -144 എന്ന് പറയുമ്പോൾ 21,999, 21,999, 21. അപ്പോൾ 22,000 തന്നെ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ 22,000 143, 43 പോയിന്റ്, കറക്റ്റ് 22,000. അപ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ഇന്ന് ആളുകളുടെ എന്താ പറയണ്ടേ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നല്ല രീതിയിൽ നടക്കുന്നൊരു ഏരിയയാണ്. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ എപ്പോൾ ഞാൻ എൻട്രി എടുത്താലും സ്റ്റോപ്പ് ലോസ് പക്ക ടൈറ്റ് ചെയ്ത് വെക്കും. എല്ലാം മാർക്കറ്റ് കയറി പോകുമ്പോഴും 1 പോയിന്റ് കയറ്റി വെക്കുക, 2 പോയിന്റ് കയറ്റി വെച്ചിട്ട് ഈ ഒരാഴ്ച മാക്സിമം ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ രണ്ടാമത്തെ കേസ് 22,000 സപ്പോർട്ട് എടുത്താലും സിയിലേക്കാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. കാരണം 15 മിനിറ്റ്സിൻ്റെ RSI ഗ്രീനിലേക്ക് കയറണം. 30 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. ക്രോസ് ഓവർ പോലും വന്നിട്ടില്ല. 1 അവറിൽ RSI റെഡിലേക്ക് കയറി നിൽക്കുകയാണ്. SMA ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ താഴത്തോട്ട് വന്നു, ഒരു അപ്പ് കൊടുത്തു,
പിന്നെ ഒരു ഡബ്ല്യു പാറ്റേൺ വന്നിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് സിയിലേക്കായിരിക്കും. അപ്പോൾ പിയിലാണെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല എന്നല്ല, കുറച്ച് പോയിന്റുകളൊക്കെ എടുക്കാൻ നോക്കുന്നുള്ളൂ. മേജർ എൻ്റെ ലുക്ക് മുഴുവൻ സിയിലേക്കായിരിക്കും. അപ്പോൾ 22,000-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, സപ്പോർട്ട് എടുക്കാനായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ലോവർ ക്യാൻഡലിൻ്റെ ലോവിൽ വന്നിട്ടാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കത്തുള്ളൂ. അതനുസരിച്ചിട്ട് ഇന്ന് പ്ലാൻ ചെയ്യാം. കൂടുതലും സിയിലേക്ക് നോക്കാം, പ്ലാൻ ബി പിയിലേക്ക് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലെവലുകൾ. അപ്പോൾ ഈ ഒരു ബോക്സിന് താഴത്തേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ഞാൻ ഡൗണിലേക്കുള്ള വലിയ മൂവ്മെൻറ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാത്തത്രോളം കാലം ഇപ്പോൾ 22,000-ൽ സപ്പോർട്ട് എടുത്തു, ആ ക്യാൻഡിൽ 22,030 മുകളിൽ ക്ലോസ് ചെയ്യുകയോ അതിന് മുകളിലോട്ട് ഒരു മൂവ് കിട്ടുകയാണെങ്കിൽ ഞാൻ സിയിലേക്കായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ മേജർ പ്ലാൻ. ഇന്ന് പ്ലാനിങ് നല്ല രീതിയിൽ ആവണം. കാരണം എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസം നല്ല മൂവ് കിട്ടിയപ്പോഴത്തേക്കും അത് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവാനായിട്ട് പാടില്ല. ഇനിയിപ്പോൾ 2 ദിവസം, ഇപ്പോൾ ഒരു 10 ദിവസം മൂവ് ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഇന്ന് പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് 144 പോയിൻ്റ് ഡൗൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 21,900-ൻ്റെ സി ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 235-ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 217-ന് താഴത്തോട്ട് പോയാൽ പിന്നെ ഞാൻ ആ സ്ട്രൈക്ക് നോക്കുന്നേ ഇല്ല. പിന്നെ അടുത്ത സ്ട്രൈക്കിലേക്ക് ഞാൻ മാറും. പിയുടെ സ്ട്രൈക്ക് 22,200 പിയുടെ സ്ട്രൈക്ക് നോക്കുന്നത്. അത് എവിടം വരെ എന്നുള്ളത് മൂവ്മെൻറ്റിന് നോക്കിയിട്ട് തീരുമാനിക്കാം. 100 പോയിൻ്റാണ് അപ്പായിട്ട് നിൽക്കുന്നത്. മേജറായിട്ടുള്ള ലെവലുകൾ 209 വരെ ഉണ്ട്. 130 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡൗൺ ആവുന്ന ഏരിയ ഈ ഒരു സോണാണ്. ഈ സോണിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പി ഡൗൺ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. 164 തൊട്ട് 195, 209 വരെയുള്ള സ്പേസ് പിയിൽ ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. നേരെ അവിടെ പോയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. സിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കിട്ടും. 195-ന് മുകളിലോട്ട് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് 221 വരെ. ഞാനതാണ് ആദ്യമേ ഫോക്കസ് ചെയ്യുന്നത്. 195-ന് മുകളിലോട്ട് ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 195-ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ വരാനുള്ളത് 210 195 മുതൽ 210 വരെയുള്ള മൂവ്മെൻ്റാണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താ, പിയുടെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 209-ന് താഴത്തോട്ട് പി ഡൗൺ ആയാൽ, ഇപ്പോൾ ഓൾറെഡി ടാർഗറ്റൊക്കെ റീച്ച് ചെയ്ത് നിൽക്കുകയാണ്. നിലവിലുള്ള പിയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് ഒരു 245 വരെയൊക്കെ പോകത്തുള്ളൂ. 40 മുതൽ ഒരു 44 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് പിയിൽ മുട്ടാനായിട്ട് കിടപ്പുണ്ട്. 40 മുതൽ 44 വരെയുള്ള ഒരു 4 പോയിൻറ്റ്. 195-ന് മുകളിലോട്ട് മൂവ് ചെയ്താൽ മാത്രമേ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ഒന്ന് ധൃതി പിടിച്ചിട്ട് ഒരു കാരണവശാലും ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. ചെറിയ ചെറിയ പോയിൻ്റ് 5 പോയിൻ്റ് 5 പോയിൻ്റ് 5 പോയിൻ്റ് 5 പോയിൻ്റ് 5 പോയിൻ്റ് 25 പോയിൻ്റ് 217-ന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 209-ന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ ഉടനെ ഞാൻ സി നോക്കും. ആ സി ഈ ബോക്സിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ് വരെ ഞാൻ കൊണ്ടുവരും. ഇവിടെ ഒരു 235 40 ബ്രേക്ക് ചെയ്താൽ 44 45 ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം RSI നിൽക്കുന്നത് പിയിലേക്കാണ്, ആ ഡൈവർജൻസ് ആയി നിൽക്കുന്നത്.
വേറെ എന്തെങ്കിലും ലെവലുകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ ഓൾമോസ്റ്റ് ഹൈയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു പരിധി കൂടുതലൊന്നും മൂവ്മെൻറ്റ് കിട്ടില്ല. കാരണം 157 എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ അതുകൊണ്ടൊരു പരിധി കൂടുതലൊന്നും മൂവ്മെൻറ്റ് ഞാൻ പിന്ന് പ്രതീക്ഷിക്കുന്നില്ല. 240 തൊട്ട് 44 വരെയുള്ള ഒരു 4 പോയിന്റ് വല്ലതും കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. 41, 40, 41, 40, 41 ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. 46 വരെയാണ് ശരിക്കും പോകേണ്ടത്. 42, 39. പിന്നെ മാർക്കറ്റ് എപ്പോഴും സ്ട്രഗിൾ ചെയ്തേ നിൽക്കുകയുള്ളൂ. നമ്മളിപ്പോൾ കോമൺലി എല്ലാ ട്രേഡേഴ്സും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു എൻട്രി എടുത്ത ഉടനെ, അതായത് ഒന്ന് ലോവിലേക്ക് പോലും വരാൻ പാടില്ല. മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ എല്ലാം ഗ്രീൻ ആവണം. ആ രീതിയിലാണ് എല്ലാവരും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. അതൊന്നും വലിയ മൂവ്മെൻ്റ് ഒന്നും ഞാനവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. 40 മുതൽ 44 വരെ പ്രതീക്ഷിച്ചെങ്കിലും 42.33 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അതാണ് 1 പോയിൻ്റ് ആയാലും 2 പോയിൻ്റ് ആയാലും മേളിലോട്ട് പോയി കഴിഞ്ഞാൽ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ്. 10 ട്രേഡ് ഇന്നെനിക്ക് പോയാലും കുഴപ്പമില്ല, പക്ഷേ ക്യാപിറ്റൽ പക്കയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നല്ല രീതിയിൽ ശ്രമിക്കും. 225 താഴത്തോട്ട് വന്നാൽ മാത്രമേ ഒരു തവണ കൂടെ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ, പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. കാരണം 245 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 235, 225 എൻ്റെ സ്റ്റോപ്പ് ലോസ്. 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ഒന്നെങ്കിൽ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കണം, ഇല്ലെങ്കിൽ 245 മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. ഈ 235 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആ താഴത്തോട്ടുള്ള ഫ്ലോ നേരെ സിയിൽ മുകളിലോട്ട് പിടിച്ചിട്ട് ലോസ് റിക്കവർ ചെയ്യാം. എൻ്റെ ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു. ഇനി എൻ്റെ ലക്ഷ്യം 195 ആ സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10 പോയിൻ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഒരു തവണ കൂടെ 235 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഞാൻ എടുക്കും 10 പോയിൻ്റ്. 235 ഇനിയും ബ്രേക്ക് ചെയ്താൽ ഇനിയും എടുക്കും 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ സിയുടെ മൂവ്മെൻറ്റ് മുകളിലോട്ട് 10 പോയിൻ്റ് ഇവിടെ ക്യാച്ച് ചെയ്തെടുക്കും. കാരണം ഈ താഴത്തോട്ടുള്ള മൂവ്മെൻറ്റ് സിയിൽ കിട്ടണം. പൊതുവേ ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇടാറില്ല, ആവറേജിങ് ആണ് ചെയ്യാറുള്ളത്. 195 മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ സിയിലേക്ക് നോക്കത്തുള്ളൂ. 95 മുതൽ 210 വരെ, 195 മുതൽ 210 വരെ, അപ്പോൾ 15 പോയിൻ്റ് കിട്ടും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കവറപ്പ് ചെയ്ത് 5 പോയിൻറ്റും കൂടെ എനിക്ക് പ്രോഫിറ്റ് കിട്ടും. അല്ലാത്ത പക്ഷം വീണ്ടും ഞാൻ 240 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഞാൻ ഒന്നും കൂടെ പിയിലേക്ക് ഒന്നും കൂടെ നോക്കും. 240 മുതൽ 249 വരെ ആ സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടെ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ RSI ഓൾറെഡി പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. 195 മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ മാത്രമേ സീനെ പറ്റി ആലോചിക്കുക കൂടുള്ളൂ.
196 210 മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് സിയിൽ. 195 206 210 213 215 219 221 223 225. അപ്പോൾ 195 205 215 225 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഞാൻ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു സ്കാൽപ്പിംഗ് പോയിൻ്റായിട്ട് മാത്രമേ കൂട്ടിയിട്ടുണ്ടായുള്ളൂ. കാരണം മെജോറിറ്റി ഞാനൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലേക്കാണ് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ തീരുമാനിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ 195 സപ്പോർട്ട് എടുത്ത ആ ഒരു ഗ്യാപ്പ് 195 മുതൽ 225 വരെ എത്ര പോയിൻ്റായി എന്നൊന്ന് നോക്കണം. കണക്കുകൾ എപ്പോഴും പ്രാധാന്യമാണ്. 195 മൈനസ് 225 30 പോയിൻ്റ്. അതിനകത്ത് 10 പോയിൻ്റ് പിയിൽ സ്റ്റോപ്പ് ലോസും പോയിട്ട് ബാക്കി 30 പോയിൻ്റ് ഉണ്ട്. 30 പോയിൻ്റ് 2 ലോട്ടിലാണെങ്കിൽ ലോസും റിക്കവർ ചെയ്ത് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും. 195 വേണ്ട, 200 എന്നുള്ള മൂവ്മെൻ്റ് ആണെങ്കിലും 25 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 240 മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം 232 നിന്ന് 240 ഒരു 8 പോയിൻറ്റും കൂടെ കിട്ടാനായിട്ടുണ്ട്. ഇനി 9:45 ക്യാൻഡിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു റെഡ് ക്യാൻഡിൽ വരും. അപ്പോൾ എന്ത് ചെയ്യും? ആൾക്കാരൊക്കെ മുഴുവൻ ഇപ്പോൾ ഇവിടെ സീലെടുത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഒരു 202 ഇരിക്കും. അപ്പോൾ ആ 202 സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റ് ചെയ്യണം. ഹിറ്റ് ചെയ്ത് ആൾക്കാരെയൊക്കെ ഒരു മൂലക്ക് മാറ്റി ഇരുത്തിയിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോകത്തുള്ളൂ. അതാണ് നോക്കി 230 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണ്ട. ഇവിടെ ബ്രേക്ക് ഔട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് പക്ക ട്രാപ്പിംഗ് ആയിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ടാണ് ധൃതി പിടിച്ചൊരു എൻട്രി എടുക്കേണ്ട. ഓപ്പർച്യൂണിറ്റി പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ 231. അപ്പോൾ 230 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റയടിക്ക് താഴത്തോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്ത് ഇവിടെ സീലെടുത്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടുത്ത ക്യാൻഡിലിൽ നടത്തണം. അടുത്ത ക്യാൻഡിലിൽ നടത്തിയിട്ട് ഇനി ഒരു 231 മുകളിലേക്കൊരു 9:45 ശേഷം ഒരു 9:57 ആകുമ്പോൾ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണും അടച്ച് 262 കോൺസെൻട്രേഷൻ ചെയ്യാം. ഇവിടെ താഴത്തോട്ട് ഡൗൺ ആയി എന്നും പറഞ്ഞിട്ട് സിയിൽ ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ടാണ് 231 മുകളിലോട്ട് വന്നാൽ മാത്രമേ ചാടിക്കയറി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡ് വരും. എടുത്ത ആളുകളുടെ ഒക്കെ പണി തെറിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 202 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമെന്നാണ് പറഞ്ഞത്. ഇനി 225 മുകളിൽ 231 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ റെഡ് ക്യാൻഡിൽ വരും. 300 വരെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഈ ഓർഡറൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പലരും ഈ ഭാഗത്തൊക്കെ എടുത്തിട്ടുണ്ടാവും. അവരൊക്കെ ട്രെയിൽ ചെയ്തോടെ വെച്ചിട്ടുണ്ടാവും. അവരൊക്കെ ട്രെയിൽ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് ഹിറ്റ് ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. അടുത്ത ബ്രേക്ക് ഔട്ടിൽ SMA നോക്കിയാൽ മതി. ഇപ്പം SMA എത്തിയിട്ട് വീഡിയോ ഞാൻ ഓൺ ചെയ്യാം. 10 മണിക്ക് കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സമയം 2:49 ആയിട്ടുണ്ട്. ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സിയിൽ. ഓൾ ടാർഗറ്റ് മാർക്കറ്റ് റീച്ച് ചെയ്ത് താഴത്തോട്ടും മേളിലോട്ടൊക്കെ ആയിട്ട് മാർക്കറ്റ് അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഗ്യാപ്പൊക്കെ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്യുന്ന ലെവലിൽ വന്നു. മുകളിൽ പോയി വന്നു, താഴത്ത് പോയി വന്നു. മാർക്കറ്റ് കൺസോളേഷൻ, അതായത് 22,095 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 3 മണിക്ക് ഒരു ഹൈ വോളിയം മൂവ്മെൻറ്റ് വല്ലതും വന്നാലേ മാർക്കറ്റ് 22,130 മാർക്കറ്റ് ക്ലോസ് ആവത്തുള്ളൂ. അപ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് 3 മണിക്ക് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 22,000 ക്ലോസ് ആവും.
ഇന്ന് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്ത സിയിലാണ്. ഇപ്പോഴും മാർക്കറ്റ് സിയിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഒരു പരിധി വിട്ടൊന്നും മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്ത് പോകാനൊന്നും പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടലുകൾ. അപ്പോൾ 217-ലേക്കുള്ളൊരു മൂവ്മെൻ്റാണ് ആദ്യം പ്രതീക്ഷിക്കുന്നത്. അതായത് സിയിൽ 213 ആയിട്ടുണ്ട്. 21,900 സി, അത് 217 പോയി കൺസോൾട്ടേഷൻ 3 മണിക്ക് അവിടെ കൺസോൾട്ടേഷൻ ആവാനേ ചാൻസ് ഉള്ളൂ. 215, 216, 216.50. കാരണം ഈ ഒരു SMA ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് സിയിലേക്ക് ആവാനായിട്ടുള്ള പോസിബിലിറ്റി മനസ്സിൽ വെച്ചത്. ഈ ഒരു സപ്പോർട്ട് അത് ഓൾറെഡി 217 എത്തി നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു 214 മുതൽ 17 വരെയാണ്. അവിടെ ഒരു 3 പോയിൻ്റ് അത്രയൊക്കെ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളൂ. ഒരു പരിധി കൂടുതൽ ഇനി 230-ന് മുകളിൽ ക്യാൻഡിൽ 3 മണിക്ക് ക്ലോസ് ചെയ്താൽ മാത്രമേ വലിയ മൂവ്മെൻ്റൊക്കെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് തന്നെ ഒതുങ്ങി കൂടും മാർക്കറ്റ്. ആദ്യം ഒരു ലോ വന്നിട്ട് പിന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലല്ല ഒരു ബൈ, ഇപ്പോൾ ഇൻ കേസ് ഇവിടെ ഒരു ബൈ എടുത്തിട്ടു. ഇപ്പോൾ ഈ ബൈയിൽ ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ 155 ആണ്. 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. അത് 153-ൻ്റെ താഴത്തോട്ട് ഫാൾ ആവുകയാണെങ്കിൽ അത് നേരെ വരുന്നത് 148-ലേക്കായിരിക്കും. അതല്ല മാർക്കറ്റ് അത് മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് 167 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ RSI സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ലോട്ടിൽ അത് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ 3 മണി എന്നൊക്കെ പറയുമ്പോൾ ഹൈ വോൾട്ടാലിറ്റി മൂവ്മെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ 155-ൻ്റെ താഴെ വന്നിട്ട് അത് താഴത്ത് വന്നിട്ട് 155-ൻ്റെ താഴെ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോരും. അപ്പോൾ ഇവിടെ 155-ൻ്റെ താഴത്തോട്ട് ഫാളായി കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചു പിടിക്കാം? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പക്ക സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവല്, മൗസ് ഒരു ഇത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മൗസ് ഓക്കെ 151, 9 പോയിൻ്റ് 9 160, 9 പോയിൻ്റാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഈ 9 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അത് 151-ൽ വന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കണം, ഇല്ലെങ്കിൽ 167-ലേക്ക് തിരിച്ചു പോകണം. അതായത് 6 പോയിൻ്റ് അപ്പ് കിട്ടണം, 9 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ഇൻ കേസ് അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി കഴിഞ്ഞാൽ അത് എവിടെ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 225 മുതൽ 230 വരെയുള്ള മൂവ്മെൻറ്റിൽ അത് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റണം. കാരണം അടുത്ത 3 മണിയുടെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ ഇത് 167 പോയി ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ 9 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കണം. അല്ലാതെ ഇവിടെ വേറെ തീരുമാനമൊന്നുമില്ല. കാരണം RSI ഓൾറെഡി പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ 9 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എന്ത് ചെയ്യും? ആ സ്റ്റോപ്പ് ലോസ് 225 മുതൽ 230 വരെയുള്ള 5 പോയിൻ്റ് അത് ക്യാച്ച് ചെയ്ത് പിടിക്കും. അപ്പോൾ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ലോസ് എങ്ങനെ റിക്കവർ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മാർക്കറ്റ് ഒരു പരിധി കൂടുതൽ എന്തായാലും മൂവ് ചെയ്ത് പോകാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇങ്ങനെ മാർക്കറ്റിനെ ഞാൻ സമീപിക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ സമയത്തൊക്കെ മെജോറിറ്റി കൺസോൾട്ടേഷനാണ്. 225-ൻ്റെ മുകളിലോട്ട് പോയാൽ 230-ലേക്കുള്ള 5 പോയിൻ്റ് എടുക്കും, മറ്റേത് സ്റ്റോപ്പ് ലോസിന് വിട്ടുകൊടുക്കും. 3 മണിക്ക് 2:57 ആയിട്ടുണ്ട്. ഒരു നല്ല ഹൈ മൂവ്മെൻ്റ് ആയിരിക്കും ആ സമയത്തൊക്കെ വരുന്നത്. ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും ആ 3 മണിക്ക് വരുന്നത്. ചിലപ്പോൾ 151 വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ പോവാം. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ വരാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് 155-ൻ്റെ താഴത്തോട്ട് ഫാളായാൽ 225 മുതൽ 230 വരെയുള്ള മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തെടുക്കും. അവിടെ 5 പോയിൻ്റ് കിട്ടിയാൽ മതി, പ്രശ്നങ്ങളില്ല. ഈ ലോസിൻ്റെ പകുതിയെങ്കിലും പകുതി കൂടുതൽ റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും പിന്നെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് നമ്മളെടുക്കുന്ന 80% മാർക്കറ്റ് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ
ആ ലോസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതിലാണ് നമ്മൾ മെജോറിറ്റി പഠിക്കേണ്ടത്. എടുക്കുന്ന ട്രേഡ് സക്സസ് റേഷ്യോ ഉള്ളതാണ്, എടുക്കുന്ന ഡയറക്ഷനിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഒരു ട്രേഡർ ആവാൻ പറ്റില്ല. കാരണം പ്രശ്നങ്ങളിൽ നിന്ന് ഊരിപ്പോകാൻ പഠിക്കുമ്പോഴാണ് ഒരാളൊരു ട്രേഡർ ആവണേ. അല്ലാതെ എന്താ, ഒരു എൻട്രി എടുത്തു, അത് പ്രോഫിറ്റിലേക്ക് പോയി, അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അവിടെ ഒന്നും പ്രത്യേകിച്ച് പഠിക്കുന്നില്ല. നേരെ മറിച്ച് അത് ഓപ്പോസിറ്റ് പോകണം. ഓപ്പോസിറ്റ് പോകുമ്പോൾ അത് എങ്ങനെ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിലാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. 3 മണിക്ക് 1 മിനിറ്റ് കൂടെ ഉണ്ട്. 1 മിനിറ്റിൽ 3 മണിയുടെ മൂവ്മെൻറ്റിൽ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 മണിക്ക് 155-ൻ്റെ താഴത്തോട്ട് ബ്രേക്ക് ആയാൽ ഞാൻ സിയിൽ 5 പോയിൻ്റ് എടുക്കും. അല്ലാതെ ഒന്നും എടുക്കത്തില്ല. കാരണം 155-ൻ്റെ താഴത്തോട്ട് ഫാൾ ആവണം 3 മണിക്ക്. 1 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മൾ വെറുതെ ഓടിച്ചാടിച്ചെന്നൊരു ട്രേഡ് എടുക്കരുത്. ആ ട്രേഡ് എടുക്കുന്നതിന് ടൈമുണ്ട്, അതിൻ്റേതായിട്ടുള്ള വോളിയം ബേസ് ചെയ്ത് വരണം. അത് ഫേക്കാണോ ജെനുവിൻ ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയണം. 3 മണിക്ക് 155-ൻ്റെ താഴത്തോട്ട് ഫാൾ ആയാൽ അപ്പം കട്ട് ചെയ്യും. സിയിൽ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. 3 മണിക്ക് മാർക്കറ്റ് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് പിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 345, 167, 427 അത് ക്ലോസ് ചെയ്തു. 300 രൂപയെങ്കിൽ 300 രൂപ ചായ പിടിക്കാനുള്ള ഫണ്ട് ആവുമല്ലോ. അത് ഡിസിപ്ലിൻ സ്കാൽപ്പിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ ഏരിയയൊക്കെ ബ്രേക്ക് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 80-90 പോയിൻ്റെങ്കിലും മൂവ് ചെയ്യണം. മാർക്കറ്റ് 3.5 വരെ ഉള്ളൂ. പക്ഷെ അതിനുള്ളിൽ മാർക്കറ്റിന് എത്താനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്തനിങ്ങിൽ ഓടിയെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കും. അതായത് ഇപ്പോൾ എന്താ പറയണ്ടേ, അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിലെ ചെക്ക് പോസ്റ്റിൻ്റെ കേസ് പറയണ പോലെ തന്നെ നമ്മളൊരു 6 മണിക്ക് ഫോറസ്റ്റിലേക്ക് കയറിയാൽ മാത്രമാണ് അവരകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. അല്ലെങ്കിൽ അവർ കയറ്റി വിടത്തില്ല എന്ന് പറയണ പോലെ ആ ടൈമിൽ നമ്മൾ എത്തണം. എങ്കിലും ഓടി അത് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും, ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ നമ്മൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങും. അതാണ് ചെക്ക് പോസ്റ്റിൽ, ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വണ്ടിയും കൊണ്ട് പോകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈം കഴിഞ്ഞു പോയാൽ മുകളിലോട്ട് പോകാൻ പറ്റില്ല, എവിടെയെങ്കിലും പോയാൽ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അവരവിടെ തന്നെ നിൽക്കും, ഒരു പരിധി വിട്ട് പോകത്തില്ല. പോകണമെന്നുണ്ടെങ്കിലോ ഹൈ വോളിയം പോകണം. 100 പോയിൻ്റ് 200 പോയിൻ്റ് അല്ല 50 പോയിൻ്റ് 60 പോയിൻ്റ് 80 പോയിൻ്റൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് എപ്പോൾ എങ്ങനെ എത്രയിടം വരെ മാർക്കറ്റ് മൂവ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ, സമയം നോക്കണം. നിൽക്കുന്ന ലെവലൊക്കെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനായിട്ട്. അതാണ് നമ്മൾ ഒരു കൺസോൾട്ടേഷൻ സോണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ സോണിൽ നമ്മൾ കണ്ണും പൂട്ടിയിരുന്ന് 20, 30, 40 പോയിന്റുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് കൺസോൾട്ടേഷൻ ആണെന്ന് മനസ്സിലാക്കണം. കൺസോൾട്ടേഷൻ ടൈമിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 2 ക്യാൻഡിലിനപ്പുറം ഗ്രീൻ പോവില്ല, 2 ക്യാൻഡിലിനപ്പുറം റെഡ് പോവില്ല. ഒന്നെങ്കിൽ ഗ്രീൻ റെഡ് ഗ്രീൻ റെഡ് ഗ്രീൻ റെഡ്, അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീൻ റെഡ് 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 ഗ്രീൻ 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 റെഡ് റെഡ് ഗ്രീൻ ഗ്രീൻ, അങ്ങനെ മാർക്കറ്റ് ഒരു സോണിനപ്പുറത്തേക്ക് പോവില്ല. ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ചെക്ക് പോസ്റ്റ് അപ്പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് PNL-ലേക്ക് നോക്കിയിരിക്കാതെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ESA ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വ്യക്തി ഒരു ലോങ് ഹോൾഡിങ് ട്രേഡ് എടുത്തിട്ട് 10 പോയിൻ്റ് റൈഡ് ചെയ്ത് ഒരു അരമണിക്കൂർ ഹോൾഡ് ചെയ്ത് 10 പോയിൻ്റ് എടുക്കുന്നതിനും സിമ്പിളായിട്ടാണ് ഇവിടെ ഒരു 4 പോയിൻ്റ്, അത് കഴിഞ്ഞിട്ടൊരു 3 പോയിൻ്റ്, ഇവിടെ ഒരു 6 പോയിൻ്റ്, അതിനുശേഷം വീണ്ടും ഉള്ള ഒരു 6 പോയിൻ്റൊക്കെ എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് സാഹചര്യം മനസ്സിലാക്കി പെരുമാറാൻ പറ്റുന്നതുകൊണ്ടാണ്. അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി വേണം. ആ സ്ട്രാറ്റജി കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നാളെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുക. എസ്പെഷ്യലി PNL-ലേക്ക് നോക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്താക്കാം, നമ്മുടെ സ്റ്റഡി റൂമിലേക്ക് കയറാം. അതേപോലെ തന്നെ
ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലൈവിൽ നിങ്ങൾക്ക് കയറാം, പ്രശ്നങ്ങളൊന്നുമില്ല. ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്ന് നേരിട്ടിരുന്ന് പഠിക്കാം. എനിവേ, ഓൾ ദി ബെസ്റ്റ്.